ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കലാപാഹ്വാനം നടത്തിയതിനാണ് കേസ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? വിഷ്ണു, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ഇടുകയായിരുന്നു. ഇത് ഒരു കേന്ദ്രത്തിൽ നിന്നായിരുന്നില്ല, പല കേന്ദ്രങ്ങളിൽ നിന്നായിരുന്നു ഈ ഒരു പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പരാതി നൽകിയത്. പ്രധാനമായും ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഉത്തരവിന്റെയും അതിൽ നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് ശക്തമായ നടപടികളിലേക്ക് കടക്കുകയും പല ഫ്ലെക്സ് ബോർഡുകളും ഇത്തരത്തിൽ നീക്കം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ അടക്കം നടത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ, വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഏതാനും പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അടക്കം നൽകിക്കൊണ്ടാണ് സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണം തടയാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് നൽകിയ പരാതിയിൽ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തുടക്കത്തിൽ ഏറ്റവും ആദ്യം സമാനമായ ഒരു അപകീർത്തികരമായ പോസ്റ്റുകൾ വന്നു തുടങ്ങിയത് എവിടെ നിന്നാണ് എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. സമൂഹത്തിൽ കലാപ ആഹ്വാനത്തിന്, സമൂഹ മാധ്യമത്തിലൂടെ കലാപ ആഹ്വാനത്തിനുള്ള നീക്കം നടത്തി, ഒപ്പം തന്നെ അപകീർത്തികരമായ പോസ്റ്റുകൾ ഇട്ടു എന്നതടക്കമുള്ള വിവിധ വകുപ്പുകളിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.